നമ്മുടെ പ്രാഞ്ചിയേട്ടൻ സിനിമയിൽ പറയുന്നത് പോലെ പൂരങ്ങളുടെ പൂരമായ തൃശ്ശൂർ പൂരം. ആ തൃശ്ശൂർ പൂരത്തിന് കൊടിയേറുന്നു. ഇനി മുതൽ അങ്ങോട്ട് സന്തോഷത്തിന്റെ ആറാട്ടാണ്, ദിനങ്ങളാണ്. പൂരത്തിന്റെ പ്രധാന പങ്കാളികളായ തിരുവമ്പാടി, പാറമേക്കാവ് ക്ഷേത്രങ്ങളിലും 8 ഘടകക്ഷേത്രങ്ങളിലും കൊടിയേറ്റുന്നതോടെ ശക്തന്റെ നഗരി പൂരാവേശത്തിലേക്ക് വഴിമാറും. ലാലൂർ കാർത്യായനി ക്ഷേത്രത്തിലെ കൊടിയേറ്റ് ചടങ്ങുകൾ ആരംഭിച്ചു. മെയ് 6-നാണ് ഇത്തവണത്തെ തൃശ്ശൂർ പൂരം. വിശദാംശങ്ങളുമായി MS ലിഷോയ് ചേരുന്നു. ലിഷോയ്, ഗുഡ് മോർണിംഗ്. കൊടിയേറ്റ് ചടങ്ങുകൾ അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണെന്ന് മനസ്സിലാവുന്നു. ആരൊക്കെ ഉണ്ട് സ്ഥലത്ത്? എങ്ങനെയാണ് കൊടിയേറ്റ് ചടങ്ങിന്റെ നടപടിക്രമങ്ങൾ? നമ്മുടെ പൂരം തുടങ്ങി. അപ്പോൾ തൃശ്ശൂരിലെ ലാലൂർ ക്ഷേത്രത്തിൽ ആദ്യത്തെ കൊടിയേറ്റ് നടന്നു. ലാലൂർ കാർത്യായനി ക്ഷേത്രത്തിലാണ് ആദ്യത്തെ കൊടിയേറ്റ് നടന്നത്. തൃശ്ശൂർ പൂരത്തിൻ്റെ 8 ഘടകക്ഷേത്രങ്ങളിലും 2 പ്രധാന ക്ഷേത്രങ്ങളായ തിരുവമ്പാടി, പാറമേക്കാവ് ക്ഷേത്രങ്ങളിലും ഇന്നാണ് കൊടിയേറ്റ് നടക്കുന്നത്. ആദ്യ ഘടകക്ഷേത്രത്തിലെ കൊടിയേറ്റ് ചടങ്ങുകളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. കൊടി ഉയർത്തിക്കഴിഞ്ഞു. കൊടിയേറ്റ് ചടങ്ങുകൾ അന്തിമഘട്ടത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇപ്പോൾ പറ നിറയ്ക്കുന്ന ചടങ്ങുകളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. നിരവധിയായ ഈ തട്ടകത്തുള്ള നിവാസികളും അതിനോടൊപ്പം തന്നെ ഇവിടുത്തെ സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രമുഖരും ഒക്കെ തന്നെ ഇങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ട്. എന്തായാലും തൃശ്ശൂർ പൂരത്തിൻ്റെ ആ ഒരു ചടങ്ങുകൾക്ക് തുടക്കം കുറിച്ചു. എന്തായാലും പൂരത്തിൻ്റെ ആവേശത്തിലേക്ക് തൃശ്ശൂർ കടക്കുകയാണ്. ആദ്യഘട്ടത്തിൽ ഈ കൊടിയേറ്റ് ചടങ്ങുകളാണ്. അതിനുശേഷം അടുത്ത ദിവസങ്ങളിലൊക്കെ തന്നെ മറ്റ് ചടങ്ങുകളൊക്കെ തന്നെ ആരംഭിക്കും. ഇന്നിപ്പോൾ 8 ക്ഷേത്രങ്ങളിലും 2 പ്രധാന ക്ഷേത്രങ്ങളിലും ഒക്കെ തന്നെ കൊടിയേറ്റ് നടക്കും. ഈ തിരുവമ്പാടി ക്ഷേത്രത്തിൽ ഇന്ന് 11 മണിക്കും 11:30ക്കും ഇടയിലാണ് കൊടിയേറ്റ് നടക്കുക. പാറമേക്കാവ് ക്ഷേത്രത്തിൽ 12:30ക്കും ഇടയിലാണ് കൊടിയേറ്റ് ചടങ്ങുകൾ നടക്കുക. അതിനുവേണ്ട ഒരുക്കങ്ങളൊക്കെ തന്നെ അവിടെയും പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണ്. ഈ ലാലൂർ ക്ഷേത്രത്തിൽ കൊടി ഉയർത്തുന്നതോടുകൂടിയാണ് ഈ തൃശ്ശൂർ പൂരത്തിൻ്റെ ചടങ്ങുകളുടെ ഒക്കെ തന്നെ ഒരു തുടക്കം എന്തായാലും കുറിക്കുന്നത്. പ്രമുഖർ നിരവധി പേർ ഇവിടെയുണ്ട്. മുൻമന്ത്രി VS സുനിൽകുമാർ ഉൾപ്പെടെയുള്ളവർ ഇവിടെയുണ്ട്. സുനിലേട്ടാ, അപ്പം നമ്മുടെ പൂരം തുടങ്ങി. ഇവിടെ തൃശ്ശൂർ പൂരത്തിൻ്റെ ഘടകപൂരങ്ങൾ ആദ്യത്തെ കൊടിയേറ്റം ലാലൂരിലാണ്. ഇപ്പോൾ പറ നിറച്ചു, കൊടിയേറി കഴിഞ്ഞു. ഇനി 11 മണിയോട് കൂടിയിട്ട് നമ്മുടെ തിരുവമ്പാടി, പാറമേക്കാവ് കൊടിയേറ്റം കൂടി കഴിയുന്നതോടുകൂടി പൂരത്തിൻ്റെ കൊടിയേറ്റം ആരംഭിച്ചു. ഇത്തവണത്തെ ഒരു പൂരത്തിൻ്റെ ഗംഭീര പൂരമായിരിക്കും. യാതൊരു പ്രോബ്ലംസ് ഇല്ലാത്ത, ഒരു വിവാദവും ഇല്ലാതെ മനോഹരമായ രീതിയിൽ പൂരം നടത്താനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും എല്ലാ ദിവസങ്ങളും ജനങ്ങളും കൂടി നടത്തി കഴിഞ്ഞിട്ടുണ്ട്. ഇനി ആളുകൾ പൂരം കാണാൻ ഇങ്ങോട്ട് വന്നാൽ മതി. അപ്പോൾ എല്ലാവരോടും എനിക്ക് പറയാനുള്ളത്, പിന്നെ മുൻകാലങ്ങളെ പോലെയുള്ള ചില വിഷയങ്ങളൊന്നും ഇത്തവണ പൂരത്തിൽ ഉണ്ടാവില്ല. ഉറപ്പായിട്ടുള്ള കാര്യമാണ്. ഉണ്ടാവില്ല എന്നുള്ള എൻ്റെ പ്രതീക്ഷ. അതുകൊണ്ട് ഇത്തവണത്തെ പൂരത്തിനകത്ത് വെടിക്കെട്ട് കാണാനും ആളുകൾക്ക് തൊട്ടടുത്ത് നിന്ന് വെടിക്കെട്ട് കാണാനുള്ള സൗകര്യം കൂടി ഉണ്ടായിട്ടുണ്ട്. കാരണം മാക്സിൻ കാലിയാക്കി എടുക്കുകയാണല്ലോ പ്രാവശ്യം. അതുകൊണ്ട് ഫയർ ലൈൻ കുറച്ചും കൂടി അകത്തേക്ക് പോയി കഴിഞ്ഞാൽ ആളുകൾ കുറച്ചും കൂടി അടുത്ത് നിന്ന് കാണാവുന്ന സംവിധാനം പോലും ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ജനങ്ങൾക്കുണ്ടായിരുന്ന ഏറ്റവും വലിയ പരാതി വെടിക്കെട്ട് കാണാൻ പറ്റില്ല എന്നായിരുന്നു. അതുണ്ടാവും. വെടിക്കെട്ട് അടുത്തുനിന്ന് കാണാൻ പറ്റും. എല്ലാം കൊണ്ട് ഇത്തവണത്തെ പൂരം അതിഗംഭീരമായിരിക്കും. തകർക്കും. എല്ലാ കൊല്ലവും ഞങ്ങൾ ഇവിടെ വെച്ചാണ് കഴിഞ്ഞെല്ലാം കണ്ടു. ഇത്തവണ നമ്മളിവിടെ പൂരത്തിന്റെ, പിന്നെ കഴിഞ്ഞ ഇലക്ഷന്റെ സ്ഥാനാർത്ഥിയായിരുന്നു. ഇത്തവണ അങ്ങനെയല്ലല്ലോ. പ്രത്യേകിച്ച് അങ്ങനെ സ്ഥാനാർത്ഥി അല്ലെങ്കിലും നമ്മൾ പൂരത്തിന് വരും. അല്ല, വോട്ടിന് വേണ്ടിയിട്ട് പൂരത്തിന് വരാറില്ല. അതാണ്. അപ്പം അതുപോലെ തന്നെ ഇത്തരത്തിൽ കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രതിനിധികളും അങ്ങനെ ഒരുപാട് ആളുകൾ ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. ഇപ്പം ദേവസ്വം ബോർഡ് ഭാഗത്ത് നിന്ന് ഇത്തവണത്തെ ഒരുക്കങ്ങളൊക്കെ എങ്ങനെയുണ്ട്? എല്ലാം പൂർത്തിയായിട്ടുണ്ട്. നേരത്തെ അഡ്വാൻസ് ആയിട്ട് തന്നെ എല്ലാ കാര്യങ്ങളും അതിലൊരു പലതരത്തിലുള്ള യോഗങ്ങൾ നടത്തി
ഇതുപോലെയുള്ള ഘടകപൂരങ്ങൾ. ഇപ്പോൾ മൊത്തം 10 പൂരങ്ങളാണ് തൃശ്ശൂർ പൂരത്തിൽ പങ്കെടുക്കുന്നത്. അതിൽ 6 ഘടകപൂരങ്ങൾ കൊച്ചിൻ ദേവസ്വം ബോർഡിന്റെ കീഴിലുള്ളതാണ്. എല്ലാവർക്കും വേണ്ടതായിട്ടുള്ള ആദ്യമേ തന്നെ മുൻകരുതൽ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അവർക്ക് വേണ്ടതായ തന്നെ സഹായം വിതരണം ചെയ്തിട്ടുണ്ട്. തീർച്ചയായും ഈ പൂരത്തിന്റെ ആവേശത്തിലേക്ക് എന്തായാലും കടക്കുകയാണ്. നിരവധി ആളുകളുണ്ട്. ചേച്ചി, എങ്ങനെയുണ്ട് ഇത്തവണത്തെ പൂരത്തിന്റെ ഒരു ആവേശമൊക്കെ എങ്ങനെയുണ്ട്? തുടങ്ങിയോ? തുടങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ എന്തായാലും കൊടിയേറ്റ് കഴിഞ്ഞു, ആദ്യ കൊടിയേറ്റ് കഴിഞ്ഞു. ഇനിയിപ്പോൾ തുടർച്ചയായി ഇങ്ങനെ മറ്റെല്ലാ ക്ഷേത്രങ്ങളിലും കൊടിയേറ്റ് ഇങ്ങനെ നടക്കും. എന്തായാലും